ഇറാൻ US ആണവ ചർച്ച പുരോഗതി കൈവരിക്കുമെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി. ചർച്ച സൃഷ്ടിപരമായും പോസിറ്റീവായും തുടരുകയാണെന്ന് സയ്യിദ് ബദർ പറഞ്ഞു. ജനീവയിൽ നടന്ന ചർച്ചയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള തുറന്ന സമീപനം ഇരുവിഭാഗങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. കക്ഷികൾ തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കുന്നതിനായി ഒമാന്റെ ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം അറിയിച്ചു. സയ്യിദ് ബദർ അൽ ബുസൈദി US പ്രത്യേക ദൂതൻ ജാരഡ് കുഷ്നറെ കണ്ട് ഇറാന്റെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും അറിയിച്ചു. ജനീവയിൽ അദ്ദേഹം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അമേരിക്കൻ ഇറാനിയൻ പ്രതിനിധികൾ സെഷനുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചതായും ചർച്ചകൾ പിന്നീട് പുനരാരംഭിക്കുമെന്നും ഒമാൻ മന്ത്രി പ്രസ്താവനയിലൂടെ അറിയിച്ചു. ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആണവ പദ്ധതി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നുമാണ് ഇറാൻ നിലപാട്. ആണവ പദ്ധതിയെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ ഇറാൻ താൽപ്പര്യപ്പെടുമ്പോൾ ഇറാന്റെ മിസൈൽ പദ്ധതിയെയും പ്രാദേശിക സൈനിക ഇടപെടലുകളെയും ചർച്ചയിൽ ഉൾപ്പെടുത്തണമെന്നാണ് അമേരിക്കയുടെ ആവശ്യം. അടുത്തിടെ മേഖലയിൽ അമേരിക്ക സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത് ചർച്ചകൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ജനീവയിൽ വ്യാഴാഴ്ച നടന്ന US ഇറാൻ ചർച്ചകൾ സൗഹൃദപരവും പുതിയ ആശയങ്ങൾ നിറഞ്ഞതായിരുന്നുവെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചർച്ചയിൽ സൂക്ഷ്മമായ മുന്നേറ്റ സൂചനകളാണിതെന്ന് സയ്യിദ് ബദർ വിലയിരുത്തി. സെഷനുകൾ താൽക്കാലികമായി നിർത്തിവെച്ച് ദിവസങ്ങൾക്കകം ചർച്ചകൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. ഗൾഫ് മാധ്യമം, മസ്കത്ത്.